ചാലക്കുടിയിലെ ബ്യൂട്ടി പാർലർ ഉടമ ഷീല സണ്ണിയെ വ്യാജ ലഹരി മരുന്ന് കേസിൽ കുടുക്കാൻ ശ്രമിച്ച കേസിലെ മുഖ്യ ആസൂത്രക ലിവിയ ജോസ് റിമാൻഡിൽ. കൊടുങ്ങല്ലൂർ മജിസ്ട്രേറ്റിന് മുമ്പാകെ ഹാജരാക്കിയ ലിവിയയെ ഈ മാസം 27 വരെയാണ് റിമാൻഡ് ചെയ്തത്. മുംബൈയിൽ നിന്ന് കസ്റ്റഡിയിലെടുത്ത ലിവിയയെ ശനിയാഴ്ച രാത്രിയിലാണ് കൊച്ചിയിലേക്ക് എത്തിച്ചത്. പ്രത്യേക അന്വേഷണ സംഘത്തലവൻ കൊടുങ്ങല്ലൂർ ഡിവൈഎസ്പി വി.കെ. രാജുവിന്റെ നേതൃത്വത്തിൽ 4 മണിക്കൂറിലേറെ നീണ്ട ചോദ്യം ചെയ്യലിലാണ് ലിവിയ കുറ്റസമ്മതം നടത്തിയത്. തന്നെക്കുറിച്ച് അപവാദം പ്രചരിപ്പിച്ചതിലുള്ള വൈരാഗ്യം മൂലമാണ് ലഹരിമരുന്ന് ഷീല സണ്ണിയുടെ വാഹനത്തിൽ വെച്ച് എക്സൈസിനെ വിവരമറിയിച്ചതെന്ന് ലിവിയ ചോദ്യം ചെയ്യലിൽ സമ്മതിച്ചിട്ടുണ്ട്. കേസിലെ 1-ാം പ്രതി നാരായണദാസും താനുമാണ് ഇത് ചെയ്തതെന്നും സമ്മതിച്ചു. ലിവിയ കുറ്റം സമ്മതിച്ചിട്ടുണ്ടെന്നും കൂടുതൽ പ്രതികൾ ഉൾപ്പെട്ടിട്ടുണ്ടെന്ന കാര്യം വിശദമായ അന്വേഷണത്തിന് ശേഷമേ പറയാൻ കഴിയൂ എന്ന് പ്രത്യേക അന്വേഷണ സംഘത്തലവൻ വി.കെ. രാജു പറഞ്ഞു. ലിവിയയും നാരായണദാസും കൂടി ചേർന്ന് ചില പ്രശ്നങ്ങളുടെ പേരിൽ വീട്ടിലുള്ള ഫാമിലി ഇഷ്യൂസ്, ഇവൾക്ക് നേരെ ഉണ്ടായിട്ടുള്ള ചില ഇഷ്യൂസ്, അതിൻ്റെ ബേസിലാണ് ഇങ്ങനെ ഒരു കുറ്റകൃത്യം ചെയ്യാനായിട്ട് പ്ലാൻ ചെയ്യുകയും അവരെ ഒരു പാഠം പഠിപ്പിക്കും എന്ന് പ്ലാൻ ചെയ്ത് അങ്ങനെ ചെയ്തിട്ടുള്ളത്. അതേസമയം താൻ ലിവിയയെ കുറിച്ച് അപവാദം പറഞ്ഞിട്ടില്ലെന്ന് ഷീല സണ്ണി പ്രതികരിച്ചു. ഇത് അവള് പറയണത് കള്ളാണ്. ഞാൻ അവളെ ഒരിക്കലും വ്യക്തിപരമായിട്ട് അവഹേളിച്ചിട്ടില്ല. അപവാദം അപവാദം പരത്തുക ഒന്നും ചെയ്തിട്ടില്ല. ഇതിപ്പോ അവൾ ചേച്ചിക്കും അറിഞ്ഞിട്ടാണ് വെച്ചിട്ടുള്ളത്. പക്ഷെ ചേച്ചീനെ അവള് രക്ഷിക്കാൻ വേണ്ടിയിട്ടാണ് അവളത് പറയണത്. കേസിലെ 1-ാം പ്രതി നാരായണദാസിനെയും ലിവിയയെയും കസ്റ്റഡിയിൽ വാങ്ങി ചോദ്യം ചെയ്യാനാണ് അന്വേഷണ സംഘത്തിന്റെ തീരുമാനം. ഇരുവരുടെയും മൊഴികളിൽ ചില വൈരുദ്ധ്യങ്ങൾ അന്വേഷണ സംഘം കണ്ടെത്തിയിട്ടുണ്ട്. കൈരളി ന്യൂസ്, തൃശൂർ.